നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 25, 2025 തിങ്കൾ. അങ്ങനെ ഈ ആഴ്ചത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ഭാഗത്ത് നിന്ന് വന്ന സൂചനകൾ പ്രകാരം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചതും മാത്രമല്ല JP മോർഗന്റെ ഭാഗത്ത് നിന്നും TCS-നെ അപ്ഗ്രേഡ് ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ന് IT സെക്ടറിന് തീ പിടിച്ചതും തുടങ്ങി പ്രധാനമായും 4 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ മാർക്കറ്റില് സെൻസെക്സിലും നിഫ്റ്റിയിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് ഫ്ലാറ്റ് ആണെങ്കിലും സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് ഓപ്പൺ ആകാൻ സാധിക്കുകയുണ്ടായത്. അതേസമയം ഫ്ലാറ്റ് ആണെങ്കിലും സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് ഫിൻ നിഫ്റ്റിക്ക് സാധിക്കുകയുണ്ടായി. രാവിലെ 10:15 നിഫ്റ്റി അതിന്റെ ഡേ ലോ ടച്ച് ചെയ്തുകൊണ്ട് 24,894 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുന്ന കാഴ്ച ദൃശ്യമായെങ്കിലും ഉച്ചയ്ക്ക് 1:15 നിഫ്റ്റിക്ക് 25,000 എന്ന ലെവലിൽ ടച്ച് ചെയ്യുവാൻ സാധിച്ചെങ്കിലും അതിനെ മറികടക്കുവാൻ സാധിക്കുകയുണ്ടായില്ല. അതിനെ തുടർന്ന് 2:18 നിഫ്റ്റി 25,000 എന്ന ലെവൽ മറികടന്നുകൊണ്ട് 25,021 എന്ന ലെവലിൽ ഇന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയും അവിടെ നിന്നും നിഫ്റ്റി സ്ലൈറ്റ്ലി ഫോൾ ആയതിനെ തുടർന്ന് 97 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,967 എന്ന നിലയിൽ നിഫ്റ്റിക്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 329 പോയിന്റുകൾ നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം ബാങ്ക് നിഫ്റ്റിക്കും ഫിൻ നിഫ്റ്റിക്കും 10 പോയിന്റുകളുടെ നഷ്ടം ഇന്ന് ക്ലോസിംഗ് ബേസിസിൽ നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ന് NSEയില് 1,298 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 1,493 കമ്പനികൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി ITക്ക് 2.4% നേട്ടം കൈവരിച്ചുകൊണ്ട് ഇന്ന് ടോപ്പ് പെർഫോമർ ആയിട്ട് മാറാൻ സാധിച്ചു. തത്സമയം റിയാലിറ്റി ഇൻഡെക്സിന് 0.7% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ മെറ്റൽ ഇൻഡെക്സിന് 0.6% നേട്ടം കൈവരിക്കുവാനുമായി. ഇൻഫോസിസ്, TCS, HCL ടെക്നോളജീസ്, വിപ്രോ, ഇൻഡുസിൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽസ്, നെസ്ലെ ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി എന്റർപ്രൈസസ്, SBI ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ ഇന്ന് നഷ്ടം നേരിടുന്നതായിട്ടും അനുഭവപ്പെട്ടു. തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും ഇന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുവാനായിട്ട് സാധിച്ചത്. തൽഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ 6 പൈസയുടെ നഷ്ടം നേരിട്ടുകൊണ്ട് 87.58 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ സെപ്റ്റംബർ 3-നും 4-നും ഔദ്യോഗിക ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പുതിയ സ്ലാബ് റേറ്റുകളുടെ ഡിസ്കഷനായിട്ട്. അത് മാത്രമല്ല വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിൻ ഐറ്റംസിനും അതുപോലെ തന്നെ ലക്ഷറി SUVകളുടെയും നിലവിലെ സ്ലാബ് റേറ്റ് ആയ 40% നിന്നും 43 മുതൽ 50% വരെ ഉയർത്തിയേക്കാമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ഭാഗത്തു നിന്ന് വന്ന സൂചനകൾ പ്രകാരം സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ഫെഡ് പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റിനുള്ള സാധ്യതകൾ വർദ്ധിച്ചതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിലെ റിയാലിറ്റി സ്റ്റോക്കുകളും മെറ്റൽ സ്റ്റോക്കുകളും കുതിച്ചു കയറുന്ന കാഴ്ച ദൃശ്യമായി. അതിന്റെ ഫലമായി പല റിയാലിറ്റി സ്റ്റോക്കുകളും മെറ്റൽ സ്റ്റോക്കുകളും 5% റാലിയും ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ നടത്തി. NSEയുടെ ഭാഗത്ത് നിന്നും വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നോർത്ത് ഇന്ത്യൻസ് തന്നെ ഇന്ത്യയിലെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷനിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയർ ഓൺ ഇയർ ബേസിസിൽ 20% വർധനവാണ് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ് പാർട്ടിസിപ്പൻസുകളുടെ ഭാഗത്ത് നിന്നും NSEക്ക് ലഭിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഫെഡ് ആനുവൽ മീറ്റിംഗിന്റെ ഭാഗമായി ജാക്ക് ഹോളിൽ നടന്ന ചർച്ചയില് ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ഭാഗത്ത് നിന്ന് വന്ന സോവിഷ് കമന്റുകളിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേക്കാമെന്നുള്ള സൂചനകൾ മാർക്കറ്റിന് മാത്രമല്ല നിക്ഷേപകർക്കും ലഭിക്കുകയുണ്ടായി.
നിക്ഷേപകരും മാർക്കറ്റും എക്സ്പെക്ട് ചെയ്യുന്നത് 84% സാധ്യതകളുണ്ട് വരുന്ന മാസം സെപ്റ്റംബറിൽ വരുന്ന മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുവാൻ. അത് മാത്രമല്ല, US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പാവുകയാണെങ്കിൽ അത് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ ജെറോം പവലിന്റെ സ്പീച്ച് മൂലം റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിച്ചത് നമ്മുടെ മാർക്കറ്റിനെ സഹായിക്കുകയുണ്ടായി. രണ്ടാമതായി, ഇന്ന് IT സെക്ടറിൽ ഉണ്ടായ റാലി തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. JP മോർഗന്റെ ഭാഗത്ത് നിന്നും TCSനെ ന്യൂട്രലിൽ നിന്നും ഓവർവെയിറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല 3800 എന്ന ടാർഗറ്റ് പ്രൈസും TCSന് നൽകുകയുണ്ടായി. തൽഫലമായി ഇന്ന് TCS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങി പ്രധാനപ്പെട്ട IT സ്റ്റോക്സിലുണ്ടായ റാലിയെ തുടർന്ന് 839 പോയിന്റുകളുടെ അഥവാ 2.37% നേട്ടം ഒരു ദിവസത്തെ ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് മാത്രം ഇന്ന് നിഫ്റ്റി ITക്ക് കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി. JP മോർഗന്റെ ഭാഗത്ത് നിന്നും TCSന് അനുകൂലമായി വന്ന ഈ റേറ്റിംഗ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ മൊത്തം IT സ്റ്റോക്സിലും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കിയത് മൂലം ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഇന്ന് IT സ്റ്റോക്സിന് പ്രധാന പങ്ക് വഹിക്കുവാൻ സാധിക്കുകയുണ്ടായി. പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ജെറോം പവലിന്റെ സ്പീച്ചിനെ തുടർന്ന് US മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ അതിശക്തമായ റാലി ദൃശ്യമായിരുന്നു. മാത്രമല്ല, നിലവിൽ വ്യാപാരം തുടരുന്നതും അവസാനിപ്പിച്ചതുമായ ലീഡിംഗ് ആയ എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സുകളും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതും തുടരുന്നതും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച US മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും ഉണ്ടായ റാലിയും ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഉണ്ടായ നേട്ടവും നമ്മുടെ മാർക്കറ്റിലും റിഫ്ലക്ട് ചെയ്യുകയുണ്ടായി. ഇന്ത്യൻ രൂപ കൈവരിച്ച നേട്ടമാണ് നാലാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് ക്ലോസിംഗ് ബേസിസിൽ ഇന്ത്യൻ രൂപയ്ക്ക് മുൻപ് പറഞ്ഞ പോലെ 6 പൈസയുടെ നഷ്ടം നേരിടേണ്ടി വന്നെങ്കിലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ വ്യാപാര സമയത്ത് പല സമയത്തും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ കരുത്താർജിക്കുന്ന കാഴ്ചയും ദൃശ്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ 18 പൈസയുടെ നേട്ടം ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ നേടുകയുണ്ടായി. എങ്കിലും ക്ലോസിംഗ് ബേസിസിൽ അത് നിലനിർത്താൻ ആയില്ലെങ്കിൽ കൂടിയിട്ടും ഇന്ന് ഇന്ത്യൻ രൂപ മാർക്കറ്റ് ടൈമിൽ കാഴ്ചവെച്ച ശക്തമായ പ്രകടനവും ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായകമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US-ല് ഡോ ജോൺസ് ഫ്യൂച്ചറിൽ രാവിലെ ദൃശ്യമായ നെഗറ്റീവ്നെസ് നിലവിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. 80 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചറിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടു കൂടിയും അതേസമയം UK മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുമാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മുൻപ് പറഞ്ഞ പോലെ ലീഡിംഗ് ആയ എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സുകളും നേട്ടത്തോടു കൂടി തന്നെ ഇന്ന് വ്യാപാരം തുടരുകയും അവസാനിപ്പിക്കുകയും ഉണ്ടായി. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ഗോൾഡിൽ നേരിയ ഇടിവാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പേപ്പർ സ്റ്റോക്സ് ഇന്ന് ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും പാക്കേജിംഗ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടില് മിനിമം പ്രൈസ് നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ട് JK പേപ്പർ, TNPL തുടങ്ങിയ പേപ്പർ സ്റ്റോക്കുകളിൽ ഇന്ന് 17% റാലി ഇൻട്രാഡേ ബേസിസിൽ ദൃശ്യമായി. NBCC 3700 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ രാജസ്ഥാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ജൂലിയൻ അഗ്രോ ഇൻഫോടെക് കമ്പനി 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒക്ടോബർ 6, 2025 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുക. സ്റ്റുഡിയോ LSD IPO ഇന്ന് IPO NSE SME പ്ലാറ്റ്ഫോമിൽ 20% പ്രീമിയത്തിന്റെ നഷ്ടത്തോടു കൂടിയിട്ട് ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. യെസ് ബാങ്ക് രാവിലെ നമ്മൾ സ്റ്റോക്കിംഗ് ന്യൂസിൽ കണ്ട പോലെ RBIയുടെ ഭാഗത്ത് നിന്നും SMBCക്ക് 25% സ്റ്റേക്ക് അക്വയർ ചെയ്യാനുള്ള അനുമതി ലഭിച്ചതിന്റെ ഫലമായിട്ട് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ ഇന്ന് 5% റാലി ദൃശ്യമായിരുന്നു. വോഡഫോൺ ഐഡിയ AGRുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള റിലീഫുകൾ വരുമെന്നുള്ള റിപ്പോർട്ടുകളുടെ ഫലമായിട്ട് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്നും സ്റ്റോക്കിൽ 7.5% റാലി ഇൻട്രാഡേ ബേസിസിൽ ദൃശ്യമായിരുന്നു. ITC ഹോട്ടൽസ് JM ഫിനാൻഷ്യൽ സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് സെൽ എന്ന റേറ്റിംഗ് നൽകുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.